നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന ആൺകുട്ടി കൃഷ്ണകുമാർ വി. 35 വയസ്സ്, 172 സെന്റിമീറ്റർ, ഉത്രം നക്ഷത്രം. അദ്ദേഹത്തിൻ്റെ സ്കൂളിംഗ് കംപ്ലീറ്റ് കേന്ദ്രീയ വിദ്യാലയ, അത് നോർത്തിലും ഈസ്റ്റിലും ഒക്കെ ആയിട്ട് ആണ് പഠിച്ചിരിക്കുന്നത്. അതിനുശേഷം BCom, പിന്നെ CA ഇന്റർ ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ടെക്നോ പാർക്ക് ട്രിവാൻഡ്രത്ത് ഒരു പ്രശസ്തമായ മൾട്ടിനാഷണൽ കമ്പനിയിൽ ആണ് ജോലി ചെയ്യുന്നത്. അച്ഛൻ സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിട്ട് റിട്ടയർ ആയ ആളാണ്, വേണുഗോപാലൻ നായർ. അമ്മ ഗീത ദേവി ഹൗസ് വൈഫാണ്. എൽഡർ ബ്രദർ മാരീഡ് ആൻഡ് സെറ്റിൽഡ് ആണ്. ഇവർ പാലക്കാടാണ് അവരുടെ സ്വദേശം, അല്ലെങ്കിൽ പാലക്കാടാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഒരിക്കൽ കൂടെ കൃഷ്ണകുമാറിനെ കുറിച്ച് പറയാം. 35 വയസ്സ്, 172 സെന്റിമീറ്റർ ഹൈറ്റ്, ഉത്രം നക്ഷത്രം. ജാതകത്തിൽ ഒരു ദോഷമാണ് പറഞ്ഞിരിക്കുന്നത്. കേന്ദ്രീയ വിദ്യാലയത്തിലാണ് അദ്ദേഹത്തിൻ്റെ സ്കൂളിംഗ് കംപ്ലീറ്റ് ഉണ്ടായിരിക്കുന്നത്, ഈസ്റ്റിലും നോർത്തിലും ഒക്കെ ആയിട്ട്. കാരണം അച്ഛൻ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. ഈ BCom CA ഇന്റർ ഫസ്റ്റ് ഗ്രൂപ്പ് പാസ്സാണ്. അപ്പോൾ CA പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ടെക്നോ പാർക്കിൽ, അതായത് ടെക്നോ പാർക്ക് തിരുവനന്തപുരത്ത് ഒരു പ്രശസ്തമായ MNCയിൽ വർക്ക് ചെയ്യുകയാണ്. അച്ഛൻ റിട്ടയർഡ് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി വേണുഗോപാലൻ നായർ. അമ്മ ഗീത വേണുഗോപാൽ, ഹൗസ് വൈഫാണ്. ഒരു ബ്രദറുണ്ട്, എൽഡർ ബ്രദർ. അവർ മാരീഡ് ആൻഡ് സെറ്റിൽഡ് ആണ്. താല്പര്യമുള്ള പെൺകുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വള്ളുവനാട് മാട്രിമോണിയലായിട്ട് ബന്ധപ്പെടാം. ഫർദർ വിവരങ്ങൾ ഞാൻ എടുത്തു തരുന്നതാണ്. എല്ലാ വീഡിയോകളിലും പറയുന്ന 2-3 പോയിന്റുകൾ ഈ വീഡിയോയിലും ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, വിവാഹപ്രായം എത്തിയ കുട്ടികൾ വീട്ടിൽ ഉണ്ടെങ്കിൽ പൊതുവെ ഇപ്പോൾ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനമ്മമാർ കുറച്ച് വറീഡാണ്, ഭയങ്കര ടെൻഷനാണ്. ഇനിയിപ്പോൾ എങ്ങനെയൊക്കെ നടത്തണം, ഏതൊക്കെ കല്യാണം നടത്തേണ്ടത്, ആകെ ഒരു വല്ലാത്ത ടെൻഷനാണ് ഓരോ കാര്യങ്ങൾക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഈ ടെൻഷനും കാര്യങ്ങളൊക്കെ ഒന്ന് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ടെൻഷനൊക്കെ ഒന്ന് കുറയ്ക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു 2-3 കാര്യങ്ങൾ പറഞ്ഞു തരാം. ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകല്. ആദ്യം ചെയ്യേണ്ടത്, അച്ഛൻ, അമ്മ, മക്കൾ, കല്യാണപ്രായം എത്തിയ മക്കൾ നന്നായിട്ടൊന്ന് സംസാരിക്കുക. എന്താണ് നന്നായിട്ട് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഡിസ്കഷൻ വെക്കുക. ഈ കല്യാണപ്രായം എത്തിയ കുട്ടികൾക്ക്, വിവാഹപ്രായം എത്തിയ കുട്ടികൾക്ക് പല അഭിപ്രായങ്ങളും ഉണ്ടാവും. അവർക്ക് ബാംഗ്ലൂർ ജോലി വേണം, അല്ലെങ്കിൽ ഇന്ന ക്വാളിഫിക്കേഷൻ വേണം, ഇത്ര ഹൈറ്റ് വേണം, ഇന്ന ലൊക്കേഷൻ ആണെങ്കിൽ നന്നായി, അതായത് ജോബ് ലൊക്കേഷൻ ആണെങ്കിലും നമ്മൾ സെറ്റിൽ ചെയ്ത ലൊക്കേഷൻ ആണെങ്കിലും അതൊക്കെ അവർക്ക് അഭിപ്രായങ്ങൾ പറയാനുണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം നല്ല ഒരു പ്രൊഫൈൽ എഴുതി ഉണ്ടാക്കുക. പ്രൊഫൈൽ എഴുതി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കുട്ടിയുടെ എഡ്യൂക്കേഷൻ, കുട്ടിയുടെ ജോലി, എഡ്യൂക്കേഷൻ, സ്കൂള്, കോളേജ്, പോസ്റ്റ് ഗ്രാജുവേഷൻ, ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതുക. എന്തൊക്കെയാണ് സബ്ജക്റ്റ്, എല്ലാ കാര്യങ്ങളും എഴുതണം. രണ്ടാമത്, ജോലി എവിടെയാണ്, എന്താണ് ആ സ്ഥാപനത്തിൻ്റെ ഡെസിഗ്നേഷൻ, എന്താണ് ആ സ്ഥാപനത്തിൻ്റെ പേരെന്താണ്, ഏതാണ് ലൊക്കേഷൻ, എത്ര രൂപ ശമ്പളമുണ്ട് എന്നുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അതിൽ മെൻഷൻ ചെയ്യണം. അടുത്തത്, ജാതക സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ വളരെ കുറച്ച് എഴുതാൻ ശ്രമിക്കണം. നിങ്ങൾ എന്തൊക്കെ ജാതകത്തിനെ പറ്റി എഴുതി കഴിഞ്ഞാലും അതെല്ലാം ചിലപ്പോൾ നെഗറ്റീവായി പോകും. അപ്പോൾ കഴിയാവുന്നത്ര ജാതക സംബന്ധമായിട്ടുള്ള വർത്തമാനങ്ങൾ കുറച്ച് നല്ല രീതിയിലുള്ള ഒരു പ്രൊഫൈൽ എഴുതി ഉണ്ടാക്കുക.
അതായത് സ്റ്റാർ, ഡേറ്റ് ഓഫ് ബർത്ത്, ബർത്ത് ടൈം, ബർത്ത് പ്ലേസ്, എഡ്യൂക്കേഷൻ, അങ്ങനെ അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, അവരെന്തായിരുന്നു, അച്ഛൻ എന്തായിരുന്നു, അമ്മ എന്തായിരുന്നു, സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ അവരെന്താണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ എഴുതുക. കഴിയാവുന്നത്ര ആളുകൾക്ക് വായിക്കുന്ന സമയത്ത് ഒരു നല്ല ഒരു പ്രൊഫൈലായിട്ട് തോന്നാൻ സാധിക്കണം. അടുത്തത് നല്ല ഒരു, അതായത് നിങ്ങളുടെ തറവാട്ട് ക്ഷേത്രം, തറവാട്ടിലെ ധർമ്മദൈവങ്ങൾ എന്നൊക്കെ പറയും, ധർമ്മദൈവങ്ങൾ അല്ലെങ്കിൽ കുടുംബക്ഷേത്രം, നാഗങ്ങൾ, വെളുത്തൻകാവ്, ഇങ്ങനെയൊക്കെ പറയുന്ന പല കാര്യങ്ങളും നമ്മുടെയൊക്കെ തറവാടുകളിൽ കാണാറുണ്ട്. അവര് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. ദൈവവിശ്വാസികൾ മാത്രം ചെയ്താൽ മതി ഈ കാര്യങ്ങൾ. നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഈ എഴുതി വെച്ച പ്രൊഫൈല് ഒരു 2-3 വട്ടമെങ്കിലും ഒന്ന് വായിച്ചു നോക്കി നല്ല രീതിയിൽ എല്ലാവരും, അത് വീട്ടിൽ ആരൊക്കെ ഉണ്ട് അവരെല്ലാവരും ഒന്ന് വായിച്ച് എല്ലാ സംശയങ്ങളും ദൂരീകരിച്ചതിന് ശേഷം നല്ല വൃത്തിയായിട്ട് എഴുതി ഒരു മാട്രിമോണി സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക. മാട്രിമോണി സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വലിയൊരു ബുദ്ധിമുട്ടുള്ള പണിയാണ്. അതായത് നമ്മൾ മനസ്സിലാക്കണം അവരുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഒരു 1-2 ആളെങ്കിലും നല്ലൊരു അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ചോദിക്കുക, എത്ര പ്രൊഫൈലുകൾ തരും, എത്ര പൈസയാണ് നിങ്ങൾ, ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണ്, വിവാഹം ശരിയായി കഴിഞ്ഞാൽ എത്ര പൈസയുടെ വാങ്ങിക്കുക, ഈ വക കാര്യങ്ങളൊക്കെ നന്നായിട്ട് സംസാരിക്കണം. ഒരു തരത്തിലുള്ള കൺഫ്യൂഷനോ അല്ലെങ്കിൽ അവസാന നിമിഷങ്ങളിൽ വഴക്ക്, ബഹളം, ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതെല്ലാം നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം അവിടെ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ പ്രൊഫൈലുകൾ അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക്. പ്രൊഫൈലുകൾ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ സഹിതം മക്കളെ കാട്ടിക്കൊടുക്കുക. പ്രൊഫൈല് അവർക്ക് താല്പര്യമാണെങ്കിൽ അവർ പറയും ഓക്കെ, അത് വെച്ച് മുന്നോട്ട് പോകാം. അടുത്ത നടപടി എന്ന് പറയുന്നത് ജാതകം നോക്കലാണ്. ഹോറോസ്കോപ്പ് മാച്ചിങ് ആണ് നോക്കുക. ഒരു പണിക്കരെ കൊണ്ട് മാത്രം നോക്കിയിട്ട് ആ അഭിപ്രായം അത് ഓക്കെയാണ് പറഞ്ഞാൽ കുഴപ്പമില്ല. ചിലപ്പോൾ അവർ ചേരില്ല, മാച്ചിങ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പണിക്കരടുത്ത് പോകണം. 3, 4, 5 പണിക്കരടുത്തെങ്കിലും പോകണം. ഏതെങ്കിലും ഒരു ജ്യോത്സ്യൻ പറയണം അത് വെച്ച് മുന്നോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ധർമ്മദൈവങ്ങളെ കൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അതിനുശേഷം അടുത്ത ജാതകവും ഓക്കെയായി, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഫാമിലി ഒക്കെ ഓക്കെയാണ്. ഇപ്പൊ നമ്മൾ സംസാരിക്കലോ, അച്ഛനമ്മമാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയി കഴിഞ്ഞു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പെൺകുട്ടിയുടെ വീട്ടുകാർ അല്ലെങ്കിൽ ആൺകുട്ടിയുടെ വീട്ടുകാർ നോർമലി പറയുന്ന ഒരു കാര്യമുണ്ട്, പെണ്ണ് കാണൽ ചടങ്ങുള്ള ദിവസം പറയും. കഴിയുന്നതും പെണ്ണ് കാണൽ ചടങ്ങിൻ്റെ മുന്നേയായി പെൺകുട്ടിയും ആൺകുട്ടിയും വാട്സപ്പ് നമ്പറുകൾ എക്സ്ചേഞ്ച് ചെയ്യുക. അവർ ഒരു മിനിമം ലെവലിലെങ്കിലും സംസാരിച്ച് ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യുക. ഒരാഴ്ച, 10 ദിവസം, 15 ദിവസം, എത്രയോട്ടെ അവർ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുക. അതായത് ആദ്യം ചോദിക്കേണ്ട കാര്യം, വല്ല ലവ് അഫെയറും ഇപ്പൊ ലൈവായിട്ടുണ്ടോ എന്ന് ചോദിക്കുക. ഉണ്ടെങ്കിൽ അവിടെ വെച്ച് ഇത് സ്റ്റോപ്പ് ചെയ്യുക, ഫർദർ മുന്നോട്ട് പോകരുത്. രണ്ടാമത്തെ കാര്യം, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ട് ഡിസ്കസ് ചെയ്യുക. ആൺകുട്ടി പെൺകുട്ടി ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഡിസ്കഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എഡ്യൂക്കേഷൻ, എന്തൊക്കെയാണ് പഠിച്ചിരിക്കുന്നത്, ഏത് കോളേജിലായിരുന്നു, എന്തായിരുന്നു സബ്ജക്റ്റ്, എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് സംസാരിക്കുക. അതിനുശേഷം മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം. ഷോർട്ട് ടൈം ആയിട്ടോ ലോങ് ടൈം ആയിട്ടോ മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട്, ഇനിയിപ്പോൾ ചോദിച്ചില്ലെങ്കിൽ പറയുന്ന വേണം, ഞാൻ അത് കഴിക്കുന്നുണ്ട് എന്ന് പറയുന്നതാണ് അതിൽ അഭികാമ്യം.
അടുത്തത് നമുക്ക് അറിയേണ്ടത് അമിതമായ ലോണുകൾ വല്ലതുമുണ്ടോ, EMI എത്ര വരുന്നുണ്ട്, സാലറി കിട്ടിക്കഴിഞ്ഞാൽ EMI എത്ര അടയ്ക്കണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതെല്ലാം നന്നായിട്ട് സംസാരിക്കണം. സംസാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കംഫർട്ട് സോണിലേക്ക് എത്തുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം പെണ്ണ് കാണൽ ചടങ്ങിനൊക്കെ പോകാവൂ. അത് പുറത്ത് വെച്ച് കാണാൻ ശ്രമിക്കണം. പുറത്ത് വെച്ച് കണ്ടാലത്തെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, വീട്ടിലാണെങ്കിൽ ചിലപ്പോൾ അച്ഛനമ്മമാരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടായിരിക്കും അവർ ഓക്കെ പറയുക. മറ്റേത് പുറത്താണെങ്കിൽ അവർ പറയും, നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, എനിക്ക് വേറെ ബന്ധങ്ങളുണ്ട്, ലവ് അഫെയർ ഉണ്ട്, അല്ലെങ്കിൽ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ കൃത്യമായിട്ട് പറയാൻ കഴിയും. അവിടെയും ഓക്കെയാണ്, പുറത്തു വെച്ച് കണ്ടു, എല്ലാം ഓക്കെയാണ് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പെണ്ണ് കാണൽ ചടങ്ങിലോട്ട് പോവുക. പെണ്ണ് കാണൽ ചടങ്ങിൻ്റെ മുന്നേ മസ്റ്റായിട്ട് പുറത്തു വെച്ച് കാണണം. പുറത്തു വെച്ച് കണ്ട് കാര്യങ്ങളെല്ലാം നന്നായിട്ട് സംസാരിക്കണം. പെണ്ണ് കാണൽ ചടങ്ങ് വീട്ടിൽ പോയി ആ ചടങ്ങ് മാത്രമേ ആവാൻ പാടുള്ളൂ. അത് കഴിഞ്ഞ ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. നല്ല രീതിയിലുള്ള ഡിസ്കഷനും കമ്മ്യൂണിക്കേഷനും ആയിരിക്കണം. ഒന്ന് ഉള്ളിൽ വെച്ച് പുറത്തേക്ക് വേറൊന്നും പറയരുത്. ഒരിക്കലും സംഭവിക്കരുത്. കൃത്യമായിട്ട് പറയണം എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, എന്തൊക്കെ ഞങ്ങൾക്ക് വേണം, എന്തൊക്കെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഇന്ന ദിവസം കല്യാണം ആക്കാം, ഇന്ന മാസത്തിലായാൽ നന്നായി, അങ്ങനെ കൃത്യമായിട്ട് ഒരു കൺഫ്യൂഷനും ഇല്ലാത്ത രീതിയിൽ ഡിസ്കഷൻസ് ഉണ്ടാവണം. അപ്പോൾ നന്നായിട്ട് സംസാരിച്ച് ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ റിട്ടയർഡായി വരുന്ന അല്ലെങ്കിൽ റിട്ടയർഡായിട്ടിരിക്കുന്ന അച്ഛനമ്മമാർക്കും പുതിയ ദാമ്പത്യ ബന്ധത്തിലോട്ട് ഇറങ്ങുന്ന കുട്ടികൾക്കും നല്ല രീതിയിലാണ് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഇതൊക്കെ മനസ്സിലാക്കുക, ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ കുട്ടികൾക്കും മംഗളാശംസകൾ. നന്ദി, നമസ്കാരം. ജയശങ്കർ, വള്ളൂരാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം.